ഹലോ വെൽക്കം ബാക്ക്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡെക്കറേറ്റേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ മേലെ ലിങ്ക് ചെയ്യാം. അത് കണ്ടാൽ ഇത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഡെക്കറേറ്റേഴ്സ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാം ഞാൻ. ഓക്കെ, DF ഹെലോ എന്ന് പറഞ്ഞിട്ട് ഹെലോ നെയിം തന്നെ പേര് കൊടുക്കാം. ഓക്കെ, ഹെലോ നെയിം. ഓക്കെ, എന്നിട്ട് ഇത് ജസ്റ്റ് റിട്ടേൺ ഹെലോ ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്ന ഒരു ചെറിയൊരു ഫംഗ്ഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? സാധാരണ വിളിക്കുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ പ്രിന്റ് ഹെലോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ആവും? എന്താണ് തെറ്റ്? ഹെലോ നെയിം ആണേ, ഹലോ അല്ല. ഹലോ നെയിം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ആവും? ഹലോ എന്ന് പ്രിന്റ് ആവും. അങ്ങനെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഈ ഫംഗ്ഷനിൽ കുറച്ചും കൂടെ അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമുക്ക് ഡെക്കറേറ്റേഴ്സിൻ്റെ ആവശ്യം വരിക. ഡെക്കറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻസിലേക്ക് കുറച്ചും കൂടെ അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഡെക്കറേറ്റേഴ്സ് എന്ന് പറയുക. സോ നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഞാൻ ജസ്റ്റ് അപ്പർ ഡെക്കർ എന്ന് പേര് കൊടുക്കുക ഇപ്രാവശ്യം. ഓക്കെ, അപ്പർ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ അവിടെ പേര് കൊടുത്തത്. നമ്മൾ ഡെക്കറേറ്റേഴ്സിനെ കുറിച്ചാണല്ലോ പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യാം. ഓക്കെ, സോ ഫംഗ്ഷൻസ് പൈത്തണിൽ ഫസ്റ്റ് ക്ലാസ് ഒബ്ജക്ട്സ് ആയത് കാരണം നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഫംഗ്ഷൻസിനെ പാസ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഞാനൊരു റാപ്പർ എന്നുള്ള പേരായിട്ട് ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, റാപ്പറിനോ ഇന്നറിനോ എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഡെക്കറേറ്റേഴ്സിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. ഓക്കെ, എന്നിട്ട് അതിനകത്ത് സം വേരിയബിൾ റിസൾട്ട് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എന്ന് വിളിക്കണം. ഫംഗ്ഷൻ കോൾ ചെയ്യാണ് നമ്മൾ. എന്നിട്ട് റിട്ടേൺ ഞാൻ പറയാം കേട്ടോ, റിസൾട്ട് ഡോട്ട് അപ്പർ എന്ന് ഈ ഒരു ഇന്നർ ഫംഗ്ഷൻ റാപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. എന്നിട്ട് ഈ ഔട്ടർ ഫംഗ്ഷൻ, അതായത് അപ്പർ ഡെക്കർ ഫംഗ്ഷൻ റിട്ടേൺസ് റാപ്പർ. ഇത് വേണ്ട, ബ്രാക്കറ്റ് വേണ്ട. ഓക്കെ, ഫംഗ്ഷൻ ഓബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? നമുക്ക് ഹലോ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഹലോ നെയിമിനെ ഇപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ഞാൻ എടുത്ത് കളയാണ്. ഓക്കെ, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹലോ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അപ്പർ ഡെക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ അപ്പർ ഡെക്കർ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഒരു ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. കാരണം അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു ഫംഗ്ഷനാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഹയർ ഓർഡർ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷന് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കും. എന്നിട്ട് അതിനകത്ത് ഒരു ചെറിയൊരു റാപ്പർ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഒരു വലിയ ബോക്സ് എന്ന് വിചാരിക്കുക. ആ ബോക്സിനകത്ത് ഒരു ഡെക്കറേറ്റർ ഇരിക്കുന്നുണ്ട്, ഒരു റാപ്പർ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെയിൻറ്റർ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളൊരു ഫംഗ്ഷൻ അതിലേക്ക് കടത്തി വിടുകയാണ്. അതായത് ഒരു വെള്ള ബോക്സിന് നിങ്ങൾ ഈ വലിയ ബോക്സിലേക്ക് കടത്തി വിടുകയാണ്. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഡെക്കറേറ്റർ ഈ വരുന്ന വെള്ള ബോക്സ് ഉണ്ടല്ലോ അതിനെ പെയിൻ്റ് അടിച്ച് വിടും, അല്ലെങ്കിൽ റാപ്പ് ചെയ്തിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് വിടും, അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് വിടും എന്ന് ചിന്തിക്കുക. സോ ഡെക്കറേറ്റർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് വരുന്ന ഫംഗ്ഷന്, അതായത് ഇൻപുട്ടായിട്ട് വരുന്ന ഈ ഒരു ഫംഗ്ഷനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യും ഒരു ഇന്നർ ഫംഗ്ഷൻ വെച്ചിട്ട്. ഓക്കെ, അതായത് ഇവിടെ റാപ്പർ എന്നുള്ളതാണ് നമ്മുടെ ഇന്നർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ റാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ, നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആള്. എന്നിട്ട് ഈ റാപ്പർ എന്ത് ചെയ്യും? നമ്മുടെ ഇൻപുട്ടായിട്ട് വന്ന ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്യും. ആ റിസൾട്ട് നമുക്ക് കിട്ടണമല്ലോ. എന്നിട്ട് അതിനെ ഇവിടെ അപ്പറാക്കും. ഈ അപ്പറാക്കുന്ന പ്രക്രിയയാണ് നമ്മുടെ അഡീഷണൽ ഡെക്കറേഷൻ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഹെലോ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഈ ഒരു ഹലോ നെയിം എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതിനെ അപ്പർ കേസ് ആക്കിയിട്ട് കിട്ടും. അതായത് ഞാനിവിടെ ജസ്റ്റ് ഒരു വേരിയബിൾ ഈസ് ഓഫ് റീഡിങ്ങിന് വേണ്ടിയിട്ട് എഫ് ഇസ് ഈക്വൽ ടു നമ്മൾ അപ്പർ ഡെക്കർ വിളിച്ചു. അതിനകത്തേക്ക് ഈ ഹെലോ നെയിം എന്നുള്ള ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇല്ലാണ്ട് ആ ഫംഗ്ഷനെ പാസ് ചെയ്യണം, ഫംഗ്ഷൻ ഓബ്ജക്റ്റിന്. സോ ഇപ്പോൾ ഈ ഫംഗ്ഷൻ കോളിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അപ്പർ ഡെക്കർ ഓഫ് ഹെലോ നെയിം എന്ന് വിളിക്കുമ്പോൾ അപ്പർ ഡെക്കർ ഈ ഒരു ഫംഗ്ഷൻ ആണ്, ഈ ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് കൺട്രോൾ പോവും. എന്നിട്ട് FUN ആയിട്ട് ആരാണ് പാസ് ചെയ്യുക? ഹെലോ നെയിമിനെ പാസ് ചെയ്യും. എന്നിട്ട് ഇത് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? ഈ റാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ, അതായത് നമ്മുടെ ഇന്നർ ഫംഗ്ഷൻ ഓബ്ജക്റ്റ് ആണ് എഫിലേക്ക് റിട്ടേൺ ആവുന്നത്. അതായത് നമ്മളിവിടെ പ്രിന്റ് എഫ് കൊടുത്താൽ പ്രിന്റ് എഫ് എന്ന് പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്താൽ നോക്കൂ, ഫംഗ്ഷൻ അപ്പർ ഡെക്കർ എന്നുള്ള ഫംഗ്ഷൻ ഈ ഒരു ഒബ്ജക്റ്റ് ആണ് റാപ്പർ. അപ്പർ ഡെക്കറിനകത്തുള്ള റാപ്പർ ഈ ഒരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ആവുന്നത്. ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ആവുന്നത്. എന്നിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ 2 ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. എഫ് ഓഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ റാപ്പർ ഫംഗ്ഷൻ കോൾ ആവും. അപ്പോൾ നമ്മളിത് റൺ ചെയ്താൽ നോക്കൂ, ക്യാപിറ്റൽ ഹെലോ എന്ന് തോന്നുന്നു. ക്യാപിറ്റൽ ഹെലോ എങ്ങനെയാണ് വന്നത്? നമ്മൾ വീണ്ടും പറയാണ്, ഞാൻ ഹെലോ നെയിം ഇങ്ങോട്ട് പാസ്സാകും. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഹെലോ നെയിമിനെ വിളിക്കും. എന്നിട്ട് അതിന്
അപ്പർ ആക്കും. അപ്പൊ ക്യാപിറ്റൽ ഹെലോ എന്നുള്ളത് പ്രിന്റ് ആവും. ഇങ്ങനെയാണ് ഈ ഡെക്കറേഷൻ സംഭവിക്കുന്നത്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ഓഫ് ഡെക്കറേഷൻ ആണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത് ഇങ്ങനെ അപ്പർ ഡെക്കർ ഓഫ് ഹെലോ നെയിം എന്ന് വിളിച്ചിട്ട് അതിനെ പിന്നെ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഫ് ഒന്ന് അസൈൻ ചെയ്യാണ്ട് വിളിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാ വിളിക്കുക? അപ്പർ ഡെക്കർ ഓഫ് ഹെലോ നെയിം, ഓക്കെ, എന്നിട്ട് അതിനെ ഓഫ് എന്ന് വിളിക്കണം. ഓക്കെ, ഇങ്ങനെ വിളിച്ചാൽ എന്നിട്ട് ഇത് ഡയറക്റ്റ് പ്രിന്റ് കൊടുത്താൽ ഇങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, റൺ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഹെലോ എന്ന് വന്നു. ഇനി ഇത്ര കഷ്ടപ്പെട്ട് കോൾ ചെയ്യാണ്ട് നമുക്ക് വേറൊരു സിൻടാക്സും കൂടെ ഡെക്കറേറ്ററിനുണ്ട്. അതായത് ഹെലോ നെയിമിന്റെ ജസ്റ്റ് മേലെ നമ്മൾ അപ്പർ ഡെക്കർ എന്നുള്ള അറ്റ് സിമ്പൽ ഇട്ടിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ അപ്പർ ഡെക്കർ ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ സാധാരണ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ പ്രിന്റിനകത്ത് ഹെലോ നെയിം സാധാരണ പോലെ കോൾ ചെയ്യുക. ഇങ്ങനെ കോൾ ചെയ്താൽ തന്നെ ഇത് റൺ ആകുമ്പോൾ ഹെലോ എന്ന് വരും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ വിളിക്കുന്നത് ഹെലോ നെയിം എന്നുള്ള നമ്മളുടെ സാധാരണ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഈ ഹെലോ നെയിമിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ അപ്പർ ഡെക്കർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ അപ്പർ ഡെക്കർ എന്നുള്ള ഫംഗ്ഷനിലേക്ക് ഹെലോ നെയിം പാസ്സാക്കപ്പെടുകയും അതിനകത്തുള്ള ഈ ഒരു റാപ്പർ വെച്ച് ഹെലോ നെയിമിനെ റാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് ഹെലോ നെയിം അപ്പർ കേസായി മാറ്റപ്പെടുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മോർ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ അത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ആർഗ്യുമെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ഹെലോ നെയിമിന് ആർഗ്യുമെന്റ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷനിൽ പറഞ്ഞ പോലെ ഹെലോ നെയിമിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് മാറ്റാം. അതായത് ഹെലോ നെയിം ഓഫ് ഒരു നെയിം വരും ഇവിടെ. ഓക്കെ, അപ്പൊ ഹെലോ പ്ലസ് നെയിം എന്നാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അതായത് ഹെലോ മമ്മൂട്ടി എന്ന് വന്നാൽ ഹെലോ മമ്മൂട്ടി എന്ന് പ്രിന്റ് ആവും. ഓക്കെ, അതായത് ഇവിടെ മമ്മൂട്ടി എന്ന് വന്നാൽ ഇവിടെ പ്രിന്റ് ആവും. അപ്പൊ ഹെലോ നെയിം വിളിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ആർഗ്യുമെന്റ് കൊടുക്കും. സേ മമ്മൂട്ടി. ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഹെലോ മമ്മൂട്ടി എന്ന് പ്രിന്റ് ആവും. അപ്പൊ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അപ്പർ ഡെക്കറിലേക്ക് പോകുമ്പോൾ ക്യാപ്സിൽ ഹെലോ മമ്മൂട്ടി പ്രിന്റ് ആവണം. അപ്പൊ നമുക്ക് ആർഗ്യുമെന്റ് എവിടെ കൊടുക്കാന്ന് വെച്ചാൽ നമ്മളുടെ റാപ്പർ ഫംഗ്ഷന്റെ ഇവിടെ നമുക്ക് നെയിം ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കാം ഇന്നർ ഫംഗ്ഷനിൽ. അതുപോലെ ഇവിടെ ഫംഗ്ഷൻ ഓഫ് ഈ നെയിം എന്ന് വിളിക്കാം. ഈ ഹെലോ ഞാൻ എടുത്ത് കളയാണ്. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പൊ നോക്കൂ, ഹെലോ മമ്മൂട്ടി എന്ന് വന്നു. അതായത് നമ്മുടെ ഹെലോ നെയിം ഫംഗ്ഷനിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ട് നെയിം. ഇപ്പൊ നമ്മൾ ഹെലോ നെയിമിനെ വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കണമല്ലോ. അപ്പൊ ഈ അപ്പർ ഡെക്കർ വിളിക്കുമ്പോൾ അതിനകത്തുള്ള ഇന്നർ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ ഈ ആർഗ്യുമെന്റ് കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിനെ ഡയറക്ട്ലി വിളിക്കാം. നമ്മൾ ഇങ്ങനെയാണല്ലോ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, ഹെലോ നെയിം ഓഫ് മമ്മൂട്ടി എന്ന്. അപ്പൊ ഇവിടെ അപ്പർ ഡെക്കറിൽ വിളിക്കുമ്പോൾ ഈ റാപ്പർ ആണല്ലോ നമ്മൾ ആക്ച്വലി കോൾ ചെയ്യുന്നത്. അപ്പൊ റാപ്പ് ചെയ്തിട്ട് ആ ആൻസർ. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഡെക്കറേറ്റർ ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 3 സാധാ ഫങ്ഷൻസ് എഴുതാൻ പോവാണ്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സോ ഞാനതിൻ്റെ ലോജിക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് അറിയുന്ന 3 ഫങ്ഷൻസ്. അതായത് ഒന്ന് റിവേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ. ഓക്കെ, റിവേഴ്സ് ലിസ്റ്റ്, അതിന് ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ലിസ്റ്റ് വരും. എന്നിട്ട് അത് എന്താ റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ ആ ലിസ്റ്റിന്റെ റിവേഴ്സ്, ഒരു ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ കോളൻ -1 കൊടുത്താൽ മതി. ചെറിയൊരു ഫംഗ്ഷൻ. ഓക്കെ, അതുപോലെ രണ്ടാമതൊരു ഫംഗ്ഷൻ ഞാൻ എഴുതുന്നത് അപ്പർ ലിസ്റ്റ് എന്നാണ് ഫംഗ്ഷന്റെ പേര്. അതിനകത്തും ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ലിസ്റ്റ് വരും. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ റിട്ടേൺ, ഓക്കെ, ഇതിന്റെ ലോജിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നിട്ട് റിട്ടേൺ നമുക്ക് ഐറ്റം ഡോട്ട് അപ്പർ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ആണ്. എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം എന്താ ഇത് ചെയ്യാന്ന്. ഫോർ ഐറ്റം ഇൻ എൽ എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് ഈ ലിസ്റ്റിലെ ഓരോ എലമെന്റ് എടുത്തിട്ട് ആ എലമെന്റിനെ അപ്പർ കേസ് ആക്കിയിട്ട് ആ ഒരു ലിസ്റ്റ് റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ഇത് ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും. ഈ എല്ലിനകത്തുള്ള നമ്മൾ കണ്ടീഷൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് അസ്യൂം ചെയ്യാണ് നമ്മളൊരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് വരും. സേ ഒരു 5 പേരുടെ പേരാന്ന് വെച്ചാൽ 5 പേരുടെ പേരും അപ്പർ കേസ് ആക്കിയിട്ട് ഒരു ലിസ്റ്റ് റിട്ടേൺ ചെയ്യുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ. മൂന്നാമത് നമുക്ക് ഒരു ഫംഗ്ഷൻ കൂടെ റിട്ടേൺ ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. ഫിബിനോക്കി സീരീസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഫിബിനോക്കി എന്നുള്ള പേര് കൊടുക്കാം. അതിനകത്തേക്ക് എന്ന വരെ ഒരു നമ്പർ വരും. എന്നിട്ട് ഒരു ഫിബിനോക്കി ലിസ്റ്റ് വരും. അതായത് 5 എന്ന് കൊടുത്താൽ 5 വരെയുള്ള ഫിബിനോക്കി നമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. സോ അതിന്റെ ലോജിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് ഒരു ലോജിക്ക് എഴുതുകയാണ്.
ഞാനിവിടെ 3 ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തു. ആദ്യത്തെ ഒരു ലിസ്റ്റ് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഔട്ട്പുട്ട് തന്നെ വരും. രണ്ടാമത്തത് അപ്പർ ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് ആ ലിസ്റ്റിലെ എലമെന്റ്സിനെ അപ്പർ കേസ് ആക്കിയിട്ട് ഒരു ലിസ്റ്റ് തന്നെ റിട്ടേൺ ചെയ്യും. മൂന്നാമത്തത് ഫിബിനോക്കി എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ്. ഒരു നമ്പർ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞത് ഇതൊരു ലിസ്റ്റ് ആയിരിക്കും. റിസൾട്ട് ഇവിടെ ലിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഫിബിനോക്കി നമ്പേഴ്സ്. അപ്പോൾ ഈ 3 ലിസ്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ 3 ഫംഗ്ഷൻസ് അവിടെ ഡിഫൈൻ ചെയ്തു. അത് അവിടെ കിടക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒരു ഡെക്കറേറ്റർ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണേ. ഡെക്കറേറ്ററിന്റെ പേര് നമുക്ക് ട്രിപ്പിൾ ഡെക്കർ എന്ന് കൊടുക്കാം. ഫംഗ്ഷനാണ് ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും ഇതിൽ ഈ 3 ഫംഗ്ഷൻസ് ഞാൻ ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് നമ്മളൊരു റാപ്പർ ഡിക്ലെയർ ചെയ്യണം. റാപ്പറോ ഇന്നർ ഫംഗ്ഷനോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, റാപ്പർ അല്ലെങ്കിൽ ഇന്നർ ഫംഗ്ഷൻ എന്നാണ് നിങ്ങൾ സാധാരണ ടേംസ് കാണാം. അതിനകത്തേക്ക് ഒരു എന്നോ ആർഗ്യുമെന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പേര് കൊടുക്കാന്ന് വെച്ചാൽ കൊടുക്കാം. ഓക്കെ, എന്ന് ഞാനിപ്പോൾ കൊടുക്കണം. കാരണം ഇത് നമ്പർ ആവാം, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ നമ്പറാണ്, ഇവിടെ അത് ലിസ്റ്റാണ് അല്ലേ. അപ്പോൾ ഒരു ഇൻപുട്ട് വരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എനി ലിസ്റ്റ് എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ഫംഗ്ഷൻ ഓഫ് എന്ന് കൊടുക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഓക്കെ റിട്ടേൺ, ഈ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുക വെച്ചാൽ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ഇട്ടിട്ട് ഓക്കെ ഐറ്റം ഇൻറ്റു 3 4 ഐറ്റം ഇനി ലിസ്റ്റ്. ഇതാണ് ഈ ഇന്നർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. എന്നിട്ട് ഓബ്വിയസ്ലി ഡെക്കറേറ്റർ ഹയർ ഓർഡർ ഫംഗ്ഷൻ വന്നിട്ട് ഈ ഉള്ളിലുള്ള ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യണം. അതായത് റാപ്പറിനെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, വിത്തൗട്ട് എനി ആർഗ്യുമെന്റ്സ് ദാറ്റ് ഒബ്ജക്റ്റിന് റിട്ടേൺ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഫംഗ്ഷൻ എല്ലാം കോൾ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. അതായത് 3 ഫംഗ്ഷൻ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ. ഇനി ഡെക്കറേറ്റർ ഉണ്ട്. ഇവിടെ ട്രിപ്പിൾ ഡെക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആർഗ്യുമെന്റ് ആയിട്ട് ആരാ വരുന്നത്, ഈ 3 ഫംഗ്ഷനിൽ ആര് വേണമെങ്കിൽ വരാം എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റിവേഴ്സ് ലിസ്റ്റ് വരാം, അപ്പർ ലിസ്റ്റ് വരാം, ഫിബിനോക്കി വരാം. എന്നിട്ട് അതിനകത്തുള്ള റാപ്പർ ഈ 3 ഡെക്കറേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്, നമ്മൾ ആ ഫംഗ്ഷൻ ഇവിടെ നിന്ന് കോൾ ചെയ്യും. അപ്പോൾ ഈ 3 ഫംഗ്ഷൻസും ഒരു ലിസ്റ്റാണ് റിട്ടേൺ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ലിസ്റ്റ് ഇവിടെ എനി ലിസ്റ്റിൽ വരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 3 ഒരേപോലെ റിട്ടേൺ ചെയ്യുന്നതാക്കി വെച്ചത്, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവാൻ. അപ്പോൾ ആ ലിസ്റ്റ് വന്നാൽ ആ ലിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ. ആ ലിസ്റ്റിലെ ഓരോ എലമെന്റ്സിനെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ ഐറ്റം ഇൻ എനി ലിസ്റ്റ് ഐറ്റം ഇൻറ്റു 3. ഇത് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐറ്റം ഏത് ലിസ്റ്റാണ് വരുന്നത് എന്ന് വെച്ചാലും ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലിസ്റ്റ് ആണെങ്കിൽ കൂടെ അതിന് മൾട്ടിപ്പിൾ ബൈ 3. സ്ട്രിങ് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 3 പ്രാവശ്യം റിപ്പീറ്റ് ആവുകയാണ് ചെയ്യുക, നമുക്കറിയാമല്ലോ. സോ അതാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഡെക്കറേഷൻ ആ ലിസ്റ്റിലെ എലമെന്റ്സിനെ ട്രിപ്പിൾ ആക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനതിന് ട്രിപ്പിൾ ഡെക്കറിന് പേരിട്ടത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ആ റാപ്പർ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇവരെ ഡെക്കറേറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അറ്റ് ഉപയോഗിച്ച് ചെയ്യാം. മറ്റേ മാതിരി ട്രിപ്പിൾ ഡെക്കർ ഓഫ്, റിവേഴ്സ് ലിസ്റ്റ് ഓഫ് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. അറ്റ് ഇയാളെ ഞാൻ ട്രിപ്പിൾ ഡെക്കർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നു, ഇയാളെയും ഞാൻ ട്രിപ്പിൾ ഡെക്കർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നു, ഇയാളെയും ഞാൻ എവിടെ ട്രിപ്പിൾ ഡെക്കർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 3 പേരും ഡെക്കറേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഇവരെ കോൾ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് ചെറുതാക്കാം നിങ്ങൾക്ക് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഫംഗ്ഷൻ കോൾസ് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ പ്രിന്റ് ഓഫ്, ഓക്കെ വലുതാക്കാം അല്ലേ. ആദ്യം നമുക്ക് റിവേഴ്സ് ലിസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാം. നമുക്ക് 1 2 3 4. ഓക്കെ, ഇത് ചെയ്ത് നോക്കുമ്പോൾ എന്താ വരാൻ നോക്കാം. സാധാരണ റിവേഴ്സ് ചെയ്യുമ്പോൾ 4 3 2 1 എന്ന് വരണം. ഡെക്കറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ 4 × 3 3 × 3 2 × 3 1 × 3 ആ വാല്യൂസ് വരണം. അപ്പം നമുക്ക് റൺ ചെയ്യുമ്പോൾ നോക്കൂ 12 9 6 3 എന്ന് വന്നു. ഓക്കെ, അതായത് റിവേഴ്സ് ആയിട്ട് 3 വെച്ച് മൾട്ടിപ്ലൈയും കൂടെ ആയി. റൈറ്റ്, അതാണ് ഡെക്കറേഷനിൽ നടക്കുന്നത്. അതാണ് ഇവിടെ റിവേഴ്സ് ലിസ്റ്റിൽ ട്രിപ്പിൾ ഡെക്കർ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ നടന്നത്. ഇനി നമുക്ക് മറ്റേ 2 കൂടെ വിളിച്ച് നോക്കാം. അത് റിവേഴ്സ് ലിസ്റ്റ്, അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തേത് അപ്പർ ലിസ്റ്റ്. അപ്പർ ലിസ്റ്റിൽ നമുക്ക് നമ്മളിവിടെ ഒരു അസംഷൻ നടത്തിയിട്ടുണ്ട്. കാരണം അപ്പർ ആക്കണമെങ്കിൽ സ്ട്രിങ് വേണം. അപ്പോൾ സ്ട്രിങ് നമുക്ക് ചുമ്മാ A B C എന്ന് കൊടുക്കാം. മൂന്നാമത്തെയും കൂടെ ഇവിടെ കൊടുക്കാം അല്ലേ, ഫിബിനോക്കിക്ക് ആർഗ്യുമെന്റ് ലിസ്റ്റ് അല്ല, ഒരു നമ്പറാണ്. സോ ഫിബിനോക്കി ഓഫ് 6 എന്ന് കൊടുക്കാം. ഓക്കെ, 6 വരെയുള്ള ഫിബിനോക്കി നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം.
ഇവിടെ നോക്കൂ, നമ്മൾ അപ്പർ ലിസ്റ്റ് ഓഫ് ABC എന്ന് വിളിച്ച സംഗതി ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C ആവുകയും ചെയ്തു. എന്നിട്ട് അതിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡെക്കറേറ്റ് ആവുകയും, അതുപോലെ തന്നെ നമ്മളിവിടെ ഫിബൊനാച്ചി ഓഫ് 6 വിളിക്കുമ്പോൾ അതിന് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഡെക്കറേറ്റർ എടുത്ത് കളഞ്ഞു നോക്കാം നമുക്ക്. അതായത് വെറുതെ ഫിബൊനാച്ചി വിളിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യാണ്ട് 1 1 2 3 5 എന്നാണ് വരുന്നത്. ഓക്കെ, ഫിബൊനാച്ചി സീരീസ് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഇവിടെ അപ്പൻഡ് ഓഫ് B ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മൾ അപ്പൻഡ് ഓഫ് A ആണ് ചെയ്ത് വെച്ചാൽ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. 0 1 പിന്നെ 1 + 1 2 1 + 2 3 ഇങ്ങനെ വന്നു. ഓക്കെ, അത് ആ ഫിബൊനാച്ചിന്റെ ലോജിക്കാണ്. എന്നിട്ട് അവിടെ നമ്മളൊരു ഡെക്കറേറ്റർ ട്രിപ്പിൾ ഡെക്കർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഗതിയും ഡെക്കറേറ്റ് ആവും. അപ്പോൾ നോക്കൂ, എല്ലാത്തിനെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ഡെക്കറേറ്റർ നമ്മളിവിടെ 3 സ്ഥലത്ത് 3 ഫംഗ്ഷനിൽ റീയൂസ് ചെയ്തു, ഒരൊറ്റ ഡെക്കറേറ്റർ. ഓക്കെ, സോ ഇപ്പോൾ ഡെക്കറേറ്ററിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡെക്കറേറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനും കൂടെ സാധിക്കും. അതായത് 2 ഡെക്കറേറ്ററൊക്കെ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ മേലെ ഉപയോഗിക്കാം. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്യാണ്. DF അപ്പർ ഡെക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യാം. അതുപോലെ രണ്ടാമതൊരു ഡെക്കറേറ്ററും കൂടെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. DF അറ്റാച്ച് ലെങ്ത് ഡെക്കർ എന്നാണ് പേര് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതാണ്. അതിനകത്തേക്കും ഒരു ഫംഗ്ഷൻ പാസ്സാവും. എന്നിട്ട് അതിനകത്തും ഒരു റാപ്പർ ഉണ്ടാവും, നമ്മളെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾ. ഓക്കെ, എന്നിട്ട് അതിനകത്തേക്ക് ഒരു സെൻറ്റൻസ് വരും എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒരു സ്ട്രിങ്ങോ വരും. എന്താണെന്ന് ഞാൻ പറയാം. എന്നിട്ട് റിസൾട്ട് ഈസ് ഈക്വൽ ടു എഴുതി കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫംഗ്ഷനെ വിളിക്കും. ആദ്യം ഫംഗ്ഷൻ വിത്ത് ദാറ്റ് സെൻറ്റൻസ് വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ നെയിമോ എന്താണെന്ന് വെച്ചാൽ അത് വിളിക്കും. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ ആൻസർ അല്ലേ, ലെങ്ത് ഓഫ് റിസൾട്ട്, അത് നമ്മൾ കണ്ടുപിടിക്കും. അതായത് ലെങ്ത് ഈസ് ഈക്വൽ ടു LEN ഓഫ് ഈ റിസൾട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് ഒന്നും കൂടെ പറയാം, ആൻസർ അതെ, എന്നിട്ട് റിസൾട്ട് പ്ലസ് ഇസ് ഈക്വൽ ടു STR ഓഫ് ലെങ്ത് എന്ന് ചെയ്യാം. ഓക്കെ, എന്താണെന്ന് പറയാം. എന്നിട്ട് റിട്ടേൺ റിസൾട്ട്. ഓക്കെ, ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്നിട്ട് ഇവിടെ നിന്ന് റിട്ടേൺ റാപ്പർ. ഓക്കെ, സോ ആദ്യത്തെ ഡെക്കറേറ്റർ എന്താണെന്ന് വെച്ചാൽ അപ്പർ കേസ് ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കേസ് ഹലോയിലും ഹലോ നെയിമിലൊക്കെ നമ്മൾ ചെയ്തു അല്ലേ. രണ്ടാമത്തെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഇതിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഹലോ നെയിം പാസ് ചെയ്യുമ്പോൾ ഹലോ നെയിം ഓഫ് ആ ഒരു മമ്മൂട്ടി വിളിക്കും. ഓക്കെ, എന്നിട്ട് ഹലോ മമ്മൂട്ടി എന്നുള്ളത് ഈ റിസൾട്ടിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹലോ മമ്മൂട്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ ഹലോ മമ്മൂട്ടി എന്ന് മാത്രം വരുമല്ലോ. എന്നിട്ട് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കും. അതായത് ഹലോ മമ്മൂട്ടി ടോട്ടൽ എത്ര ലെങ്ത് ആണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇതൊരു 10 ആണെങ്കിൽ ആ 10 ഈ ലെങ്ത്തിൽ സ്റ്റോർ ആവും. എന്നിട്ട് ഈ റിസൾട്ടിൻ്റെ കൂടെ ആ 10നെ അപ്പൻഡ് ചെയ്യും. അതായത് ഹലോ മമ്മൂട്ടി 10 എന്ന് വരും. ഓക്കെ, ഹലോ മമ്മൂട്ടി 10 എന്ന് വരുന്ന ഒരു ഡെക്കറേറ്ററാണ് ഇത്. അത്രേ ഉള്ളൂ. അപ്പർ കേസ് ഒന്നും ആക്കുന്നില്ല. അപ്പർ കേസ് ആരാക്കാം? ഈ ഡെക്കറേറ്ററും. ഇത് ജസ്റ്റ് ഒരു സ്ട്രിങ് കൊടുത്താൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച് അതിൻ്റെ അവസാനത്തേക്ക് അപ്പൻഡ് ചെയ്ത് വെക്കും. ഓക്കെ, അത്രേ ഉള്ളൂ 2 ഡെക്കറേറ്റർ. സോ നമ്മളിവിടെ മൂന്നാമത് നമ്മളുടെ ഒരു ഫസ്റ്റ് ക്ലാസ് ആധാ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അതിന് നമുക്ക് ഹലോ നെയിം തന്നെ വിളിക്കാം. ഇത്രയും നേരം ചെയ്ത എക്സാമ്പിൾ. ഇനി ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് അപ്പർ ഡെക്കർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പർ ഡെക്കർ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് എന്താവും? നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഹലോ നെയിം ഓഫ് മമ്മൂട്ടി തന്നെ വിളിക്കാം അല്ലേ, ക്യാപിറ്റൽ മമ്മൂട്ടി. ഓക്കെ, ഇപ്പം എന്താവും നോക്കാം. റൺ ചെയ്യുമ്പോൾ ക്യാപിറ്റലിൽ ഹലോ മമ്മൂട്ടി വന്നു, അപ്പർ ഡെക്കർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഈ ഡെക്കറേറ്റർ കളഞ്ഞിട്ട് നമ്മളുടെ അറ്റാച്ച് ലെങ്ത് ഡെക്കറേറ്റർ ഉണ്ടല്ലോ, ആ ഡെക്കറേറ്റർ വെച്ചിട്ട് ഈ ഒരു ഫംഗ്ഷനെ ഡെക്കറേറ്റ് ചെയ്യാണ്. ആ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, ഹലോ മമ്മൂട്ടി സ്മോൾ ലെറ്ററിൽ 15 ആണ്, 10 അല്ല. അപ്പോൾ 15 ലെറ്റേഴ്സ് ഉണ്ട് ഇതിൽ. 15 ആണ് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. അത് ഇതിൻ്റെ ബാക്കിൽ അപ്പൻഡായി. ഓക്കെ, സോ സ്മോൾ ലെറ്റേഴ്സിലാണ് അപ്പർ ആക്കുന്നത്, മറ്റേ ഡെക്കറേറ്ററാണ്. ഇനി നമുക്ക് 2 ഡെക്കറേറ്ററും വേണമെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ അറ്റാച്ച് ലെങ്ത് ഡെക്കറേറ്ററും അതിൻ്റെ താഴെ അപ്പർ ഡെക്കറേറ്ററും 2 ഡെക്കറേറ്ററും മേലെ മേലെ ഇങ്ങനെ കൊടുക്കാം. ഇതാണ് ഡെക്കറേറ്റർ ചെയിനിങ്. ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ ചെയിൻ ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഹലോ മമ്മൂട്ടി 15 എന്നുള്ളത് ഇങ്ങനെ വന്നു. ഓക്കെ, സോ ഇങ്ങനെ ഡെക്കറേറ്റേഴ്സിന് ചെയിനിങ്ങും ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ബേസിക് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെക്കറേറ്റേഴ്സും ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക്
കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.